ചെറിയൊരു വാശിയൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് നമ്മുടെ ഇച്ചുവിൻ്റെ 4ാമത്തെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ നേരത്തെ എണീറ്റ് ചെറുതായിട്ട് കുഞ്ഞ് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ അമ്പലത്തിൽ പോവാണ്. പിറന്നാളായതുകൊണ്ട് തന്നെ തല്ലാനും പറ്റില്ല, എന്നാൽ വയ്ക്കും പോലെ ചീത്ത പറയുന്നുണ്ട്. അതൊക്കെ നന്നായി മുതലാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ. ഞാനും ഏട്ടനും അമ്മയും കൂടി നേരെ നമ്മൾ കോട്ടപ്പത്തെ കാവിൽ പോയി തൊഴുത് അവളെ പേരിൽ വഴിപാടൊക്കെ കഴിച്ചു. അവിടെ ഇത് തന്നെയായിരുന്നു അവസ്ഥ. കുറുമ്പ് കാട്ടണോ, ഓടിക്കളിക്കണോ, ദേഷ്യപ്പെടണോ, കുറേ നേരം തെറ്റിയിരിക്കും. അവിടുന്ന് നമ്മൾ നേരെ തൊഴുത് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ലൈവായിട്ട് കേക്ക് ഫാൻറ്റസി ഉണ്ട് ഇവിടെ തോട്ടറയിൽ. അവിടെ പോയിട്ട് ചെറിയൊരു കേക്കും വാങ്ങിച്ചു. പറഞ്ഞാൽ കുഞ്ഞ് സെലിബ്രേഷനായിരുന്നു, വേറെ ആരും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. വീട്ടിൽ വന്നു ബാക്കി പായസത്തിന് പണി ഉണ്ടായിരുന്നു, അത് ചെയ്യുമായിരുന്നു കേട്ടോ. സേമിയ പായസമായിരുന്നു, പിന്നെ ജവ്വരി ഇട്ടു. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഏട്ടൻ്റെ കുട്ടിയും വന്നു. അങ്ങനെ കേക്ക് മുറിച്ചു. ഒരു 1/2 kg മാത്രമേ ഞങ്ങൾ മേടിച്ചുള്ളൂ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 3 പിറന്നാൾ നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചാണ്. ഇപ്രാവശ്യത്തെ പിറന്നാൾ ഇനി മുതലിങ്ങനെ ഷോർട്ടാക്കാമെന്ന് വിചാരിച്ച്, വേറെ ഒന്നുമല്ല, ഒന്നും വിചാരിച്ചിട്ടല്ല, ഇങ്ങനെ പൊട്ടേന്ന് കരുതി. അപ്പം നമ്മളെല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞ് സദ്യ ഉണ്ടാക്കിയിട്ടുള്ളൂ. സദ്യയിൽ ആരെങ്കിലും സോയാബീൻ വെക്കാറുണ്ടോ? ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇച്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് സോയാബീൻ. ഇപ്പോൾ സ്കൂൾ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് അതിനോട് ഇത്ര ഇഷ്ടം തോന്നിയത്. അപ്പം ഞാൻ സോയാബീൻ കുറച്ച് വറുത്തു. ഉപ്പേരി, സാമ്പാർ, ചോറ്, പപ്പടം, പായസം, അവിയൽ, അങ്ങനെ കുറച്ച് മാത്രമായിട്ട് കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കഴിച്ചു. ഇവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളെപ്പോഴും ഫ്രീസ് ചെയ്തിട്ടുള്ള കേക്ക് മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ. നമുക്ക് ലൈവായിട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണതാണ്. ഇച്ചുകൊണ്ട് കഴിഞ്ഞ 3 ബർത്ത്ഡേക്കും ഞങ്ങൾ ഇതന്നെ കേട്ടോ മേടിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, ടു ബി ഹോണസ്റ്റ്. വെറുതെ പൊക്കി പറയാമല്ലോ കേട്ടോ, നല്ല ഫ്രഷുമാണ്, നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ അതായത് നമ്മൾ സാധാ പുറത്തുനിന്ന് മേടിക്കുന്ന കേക്കും ഇതും തമ്മിൽ ഫ്രഷാണെന്നല്ല, നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എനിക്ക് പൊതുവേ കേക്ക് ഇഷ്ടമാണ്, ക്രീം കേക്ക് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് ഇത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാളുടെയും ഇത് ഇച്ചുവിന് നമ്മൾ വേറെ എക്സ്ട്രാ മേടിച്ചിട്ടുള്ള ഡ്രസ്സാണ്. ഫസ്റ്റ് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ വേറൊരു കോട്ടൻ്റെ ഉടുപ്പാണ് മേടിച്ചത്. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ അവൾക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേവു അവളും കൂടി കട്ട് ചെയ്തത്, കാരണം ഇനിയിപ്പോൾ ദേവുവിന് വിഷമമാവണ്ട വിചാരിച്ചിട്ട് അമ്മ അവൾക്കും കൂടി ഒരു ഉമ്മ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ വിളമ്പി. അമ്മയാണ് കേട്ടോ വിളമ്പിയത് വിളക്കിൻ്റെ മുമ്പിലൊക്കെ. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല സോയാബീനാണ് ഉണ്ടാവുകയെന്ന്. ഞാൻ വീണ്ടും ഡ്രസ്സ് അഴിച്ചിട്ടു, കാരണം നമുക്ക് രാത്രി വേറെ സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഉടുപ്പിലുള്ള കറികളൊക്കെ ആക്കിയാലും വലിയ കുഴപ്പമില്ല. മറ്റത് നല്ല വൈറ്റാണ്, അപ്പോൾ അതിലാക്കി കഴിഞ്ഞാൽ പിന്നെ പോകാൻ കുറച്ച് പണിയാണ്. പിന്നെ അമ്മ കുറച്ച് അരിയും പൂവൊക്കെ ഇട്ട് അവൾ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ. അമ്മയും അച്ഛനും ദൈവമൊക്കെ പോയി. ഞങ്ങൾ പിന്നെ നേരെ പോയത് ശ്രീശാർത്താണ്. ഏട്ടന് കുറച്ച് ഈ ഫിഷിൻ്റെ കുറച്ച് അസ്കിത ഉണ്ട്, നിറയെ ഇഷ്ടമാണ്. കുറേ മീൻകുട്ടികൾ വാങ്ങിയിട്ട് ഞങ്ങളന്ന് തിരിച്ച് വരുമ്പോൾ എനിക്ക് തന്നിട്ടുള്ള